Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another day in my life. അപ്പോൾ ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫിന് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വ്യത്യാസിച്ച് അങ്ങനെയല്ല, ചേഞ്ചസ് വന്നു. വെക്കേഷനൊക്കെ തീർന്നു, സ്കൂൾ തുറന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇതിപ്പോൾ ജൂൺ 4. അപ്പോൾ അങ്ങനെ സ്കൂൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാൻ അമ്മയടുത്ത് പറയണമെന്നു, എത്ര പെട്ടെന്നല്ലേ 2 months പോയത്. എൻ്റെ അമ്മയെ എത്ര മന്ത്സിൻ്റെ കാര്യം മാത്രം പറയണില്ല, ഇയേഴ്സ് തന്നെ എത്ര പെട്ടെന്നാണ് പോണത്. ഉണ്ണിക്കുട്ടി 4th സ്റ്റാൻഡേർഡിലായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഭയങ്കര ദഹിക്കാൻ പറ്റില്ല ചില സമയത്ത്. ഞാൻ ചാനലിൽ തുടങ്ങുമ്പോഴത്തേക്കും അവൻ 1.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോൾ അവൻ 4th സ്റ്റാൻഡേർഡിൽ പോയി തുടങ്ങി. അപ്പം അങ്ങനെ സ്കൂൾ റീ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ എൻ്റെ 100 days of ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്താ പറയുക, ഇവിടെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് മഴ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്നുണ്ട്. ഭയങ്കര തണുപ്പല്ല, ചൂടൊന്നും അങ്ങോട്ട് മാറി. ഇപ്പോൾ ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ പറയില്ല, ഭയങ്കര ചൂടാ. അതൊക്കെ കുറഞ്ഞു, ഒരു കൂളിംഗ് ക്ലൈമറ്റിലേക്ക് വന്നിട്ടുണ്ട്. പുതപ്പൊക്കെ മാറ്റി ബ്ലാങ്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് വേണം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്കാണ്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇസ് വെരി നൈസ് ആക്ച്വലി. അപ്പോൾ അടിപൊളി. അപ്പോൾ ഇപ്പോൾ എത്ര മണി? 6:25. ഞാനൊരു 6:15 ആയപ്പോഴത്തേക്കും എണീറ്റതാണ്. ബ്രഷൊക്കെ ചെയ്തു, വാഷ്റൂമൊക്കെ പോയി. ഇനി അവൻ്റെ ലഞ്ച് പ്രെപ്പ് ചെയ്യണം. പിന്നെന്താ സ്നാക്ക് എടുത്ത് വെക്കണം, എല്ലാം എടുത്ത് വെക്കണം. എനിക്ക് ജിമ്മിൽ പോകാനുള്ള സാധനം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ നമുക്കധികം സംസാരിച്ച് ഇവിടെ നിന്ന് സമയം കളയാണ്ട് വിൽ ഗോ ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഓരോരോ കാര്യങ്ങളായിട്ട്. അവൻ്റെ സ്നാക്സും വെള്ളവും റെഡി ആയിട്ടുണ്ട്. സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബിസ്ക്കറ്റാണ് കേട്ടോ. ബിസ്ക്കറ്റ്സും നട്ട്സും ആണ്. ഇത് കണ്ടോ, തുറക്കാൻ പറ്റുള്ള ഒറ്റൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ്സും നട്ട്സും ആണ്. ലഞ്ചിന് വേണ്ടി കൊണ്ടുപോകുന്നത് ചോറാണ്. ചോറും മുട്ട പൊരിച്ചതും. പക്ഷേ മുട്ട പൊരിച്ചത് വിത്ത് ട്വിസ്റ്റാണ് ഞാൻ ചെയ്തത്. അത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കോണ്, കുറച്ച് സാലറി, കുറച്ച് ക്യാരറ്റ്, അങ്ങനെ അതിനകത്ത് കുറച്ച് റിച്ച് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തതയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത്. നോർമൽ മുട്ട പൊരിച്ചൊന്നും കൊടുത്താൽ പിടിക്കണം നിർബന്ധമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പെപ്പറും ഓൾസോ കുറച്ച് സീസണിങ്സ് ഇട്ടിട്ടുണ്ട്, ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോയുടെ ടേസ്റ്റ് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മളുടെ അതാണ് നമ്മുടെ ഇന്നത്തെ മുട്ട പൊരിക്കൽ കേട്ടോ. ചോറ് മുട്ട പൊരിച്ചത് മതി. ചാറ് കറി അങ്ങനെ യൂഷ്വലി അവന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇത് മതി. അപ്പോൾ ചോറ് ഇനിയിപ്പോൾ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ ചോറും കൂടി പാക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ലഞ്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തുറന്നു പോയാ. അപ്പോൾ ചോറ് റെഡി, സ്നാക്ക് റെഡി, വെള്ളം റെഡി. മമ്മ ഗുഡ് മോർണിംഗ്. അമ്മ വന്നിട്ട് എനിക്ക് കൂട്ടിരിക്കാൻ അല്ലേ അമ്മ? ഇനി ഇവന്റെ ലഞ്ച് പ്രിപ്പറേഷൻസ് ഫുള്ളും സെറ്റ് ആയിട്ടുണ്ട്. സ്നാക്ക് ലഞ്ച് എല്ലാം ശരിയായി. ഇനി എൻ്റെ പ്രീ വർക്കൗട്ട് മീലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റെഡിയാവാം. ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് അവനെ വിളിക്കുള്ളൂ. അപ്പോൾ സോ ദാറ്റ് കുറച്ച് നമുക്ക് സമയം കിട്ടുമല്ലോ. പിന്നെ ഈ വർഷം തൊട്ട് അവൻ്റെ ബസ് ഒരു 10 minutes ലേറ്റാണ്. ടൈം ചേഞ്ച് ആയി. മേ ബി പുതിയ പിള്ളേരൊക്കെ വല്ല വന്നിട്ടുണ്ടാവുന്നതാണ്. യൂഷ്വലി 7:40ക്കാണ് ബസ് വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം ഒരു 7:50 അപ്പോൾ പിള്ളേർ ആഡ് ആവുകയല്ല, എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ടാവുമായിരിക്കും. കൊച്ചു പിള്ളേരും അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും LKG ഒക്കെ. അപ്പോൾ അതുകൊണ്ട് 10 minute കൂടി ഇനിയും നമുക്ക് 1 മണിക്കൂർ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ധൃതി പിടിച്ച് ഇങ്ങനെ തീവ് കൊളുത്തി ഓടുന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എപ്പോഴും. ഞാനപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം തൊട്ട് അത് കുറച്ച് നേരത്തെ എണീക്കാം. ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ 6:15 എണീക്കും. പിന്നെ ഇതൊന്നും സെറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് 6:15 എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ദാറ്റ് ഈ ഓട്ടം ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇനി എൻ്റെ പ്രീ വർക്കൗട്ട് മീലും കൂടി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റെഡിയാണ്. ഞാനപ്പോൾ അതുണ്ടാക്കട്ടെ. അങ്ങനെ ഞൊടിയിടയിൽ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം നമ്മളുടെ വെക്കേഷൻ ടൈമിലെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു റോബസ്റ്റ പഴം, കുറച്ച് ഓട്സ്, പിന്നെ എന്നിട്ടാണ് ചോക്ലേറ്റ് പൗഡർ വേണമെങ്കിൽ, പിന്നെ ഇത് പീനട്ട് ബട്ടർ 1 സ്പൂണ്, പിന്നെ പാല്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടിക്കണം. എന്തൊരു ടേസ്റ്റ് ആണ് അറിയോ. എനിക്ക് അതുകൊണ്ട് ഈ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് വേണം, നമുക്ക് നല്ല എനർജി കിട്ടും ഈ സാധനം വെച്ചിട്ട് നമ്മൾ കുടിക്കുമ്പോഴേ. കണ്ടോ, ഇത്രയാണ് ഇത് എൻ്റെ ന്യൂട്രി ബുള്ളറ്റിൻ്റെ. ഞാൻ ഈ സാധനം ഈ ന്യൂട്രി ബുള്ളറ്റിനില്ല, ഇതിൻ്റെ ജാറ് ഇതിൻ്റെ ഞാൻ മീഷോ വർക്കൗട്ട് ക്ലോത്തിങ്ങിൻ്റെ ഹാളിൻ്റെ അകത്ത് ഇതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. സ്മൂതി ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക്
അടിപൊളി. ഫുൾ ന്യൂട്രിബിളറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ ഫുൾ മിക്സി സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 10,000 രൂപ എങ്ങനെ വല്ല മിനിമം 5,000 റുപ്പീസ് ആണ് സാധനത്തിന്. ഇത് അണ്ടർ 500 ഓൺലി. അപ്പൊ നമ്മളുടെ നോർമൽ മിക്സിന് അത് ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഒരു ഹാഫ് സൈസ് ഉണ്ട്, ഒരു 250 ml ഉണ്ട്. ഇത് വന്നിട്ട് ഇത് 500 ml ആണ്. 200 ml ജാറും ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ആ വീഡിയോ നോക്കാൻ എൻ്റെ ലിങ്ക് കിട്ടുവേ. അപ്പോൾ ഇതും റെഡിയായ സ്ഥിതിക്ക് ഞാനിനി പോയിട്ട് വേഗം റെഡി ആവട്ടെ. ഇന്ന് ഞാൻ ഇട്ടേക്കണത് കാണിച്ചു തരാം. ഡ്രസ്സ് വന്നിട്ട് ഒരു ഷോർട്സ് ആൻഡ് ഓൾസോ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഷോർട്സ് ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല സുഖമാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി വാക്കിങ്ങിനൊക്കെ പോകാൻ നേരത്ത് എനിക്ക് ഷോർട്സ് ഇട്ട് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഷോർട്സും ആൻഡ് ഓൾസോ ഒരു ടീഷർട്ടുമാണ്. നമ്മൾ നോർമൽ ബ്രെയ്ഡഡ് മുടി കെട്ടൽ, പിന്നെ എന്തിട്ടാണ് സാധാരണ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് മസ്കാര അല്ല ഐലാഷ് ഐബ്രോസും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ണിക്കുട്ടിനെ വിളിക്കാനുള്ള സമയമാണ്. ബിക്കോസ് അവൻ ഇനി കിടന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ വേഗം അവനൊക്കെ വിളിക്കട്ടെ. കുഞ്ഞല്ലേടാ വട്ട് കേസ് കുഞ്ഞല്ലേടാ അയ്യോടെ പോയി. കുഞ്ഞി ആ പൊന്നുമ്മ ഗുഡ് മോർണിംഗ് ആവാ. എണീക്കാം നമുക്ക്. 10:15 ചക്കരയാണ്. നല്ല കഷ്ടം. വാ എണീക്കാം നമുക്ക്. വാ ഓടി വാ. ഹായ് ഗുഡ് മോർണിംഗ്. ബ്രഷ് ചെയ്യുക ചെറുക്കൻ അല്ലേടാ. യെസ്, അവന് ഒരു കണക്കെ കുത്തിപ്പൊക്കി ബ്രഷ് ചെയ്യാനും ബാത്റൂമിൽ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി അവനെ കയറ്റിയിട്ടുണ്ട്. നമ്മളെവിടെ നമ്മൾ വൈകുന്നേരമാണ് കുളിക്കൽ പരിപാടികൾ വെച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ രാവിലെ. അപ്പം അതുകൊണ്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. പിന്നെ ഇവന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട് വീക്ക്ലി ഒരു 3 days, മൺഡേ വെനസ്ഡേ ഫ്രൈഡേ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാണ് ശരിക്കും കുളിക്കുക എന്നുള്ളതാണ് സത്യം. അവനൊരു 6:30 6:45 ഒക്കെ ആകുമ്പോഴാണ് ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാമറയ്ക്ക് ഒരു വളവ് ആ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി കുളിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ കുളിപ്പിക്കൽ കുറച്ച് അക്രമമായതുകൊണ്ട് നമ്മൾ ആ പരിപാടി പണ്ടേ നിർത്തുക. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ അമ്മേ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ കുടിക്കാം. സോ യമ്മി, പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ണിക്കുട്ടിയുടെ യൂണിഫോമിന് ഈ വർഷം കുറച്ച് വ്യത്യാസം കേട്ടോ. ഷോർട്സ് ഒക്കെ മാറി, വലിയ പാൻസ് ഒക്കെ. അമ്മ ഷോർട്സ് ഒക്കെ മാറി പാൻസായി. അവിടെ നീറ്റ് ചെറുതെ നീറ്റ് പോയി കഴിച്ച. റെഡി ആയോടാ ഇറങ്ങേ? എന്ത് പറ്റി? വെയിറ്റ് ഉണ്ടല്ലേ ബാഗിന്? അവന്റെ ലഞ്ച് ബാഗ് മിസ്സിങ് ആയിട്ടിരിക്കണം. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങാട്ടെ ലഞ്ച് ബാഗ്. അപ്പൊ അതുകൊണ്ട് അവൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണത്. എനിക്കറിയാം. ആ മൈ ഗാഡ്. പോവാ നമുക്ക് ഇറങ്ങാന്നാ. ഓക്കെ, അപ്പൊ ഞാനും എന്തായാലും അപ്പൊ അവനെ വിട്ടിട്ട് ഇപ്പൊ 7:43 ആയി. അപ്പൊ ഇനിയിപ്പോ വേഗം ഇറങ്ങട്ടെ, ബസ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളിങ്ങനെ ആരാംസെ ഇങ്ങനെ ഇരുന്നപ്പോ അവർ പറഞ്ഞു വേഗം ഒരു ബസ് ഓൾറെഡി എത്തി. അപ്പോൾ ഇന്നലെ ഒരു ദിവസമായിരുന്നു 7:50. ബാക്കി എല്ലാ ദിവസവും എന്തിട്ടാണ് 7:40 നമ്മൾ ഓൾഡ് ടൈം തന്നെയാണ്. അപ്പോൾ നമ്മൾ 7:50 ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ റിലാക്സ് ചെയ്ത് വന്നപ്പോൾ ധൃതി പിടിച്ച് ഓടേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞാൻ അവനെ വേഗം വണ്ടിയിൽ കെട്ടിട്ട് ഞാൻ ജിമ്മിലെത്തി. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ദീപ വരും. അപ്പോൾ ദീപയും ഞാനും കൂടിയാണ് 100 days of വർക്കൗട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ദീപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 1 hourലുള്ള നല്ല കാര്യമായിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തല്ല ഞാനൊരു വർക്കൗട്ട് ഫ്രീക്ക് ആവുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെക്കേഷനൊക്കെ മാക്സിമം എല്ലാ ദിവസവും പറ്റുന്ന പോലെ ലൈക്ക് 3-4 days എങ്കിലും ഞാൻ പോകാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ട്രെയിനർ കേട്ടോ, നെൽസൺ. അപ്പോൾ നെൽസനാണ് എന്നെ ട്രെയിൻ ചെയ്യുന്നത്. ആൻഡ് നമ്മളെ ദീപ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര ട്രെഡ്മില്ലിൽ ഭയങ്കര നമ്മുടെ കാർഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഹായ്, ഗുഡ് മോർണിംഗ്. എണീറ്റാ? ആണോ? എന്താ പാപ്പ കഴിക്കാണ്ടിരിക്കണേ? എന്താ കാര്യം? വൈ? ചപ്പാത്തി കഴിച്ചാൽ എന്താ കുഴപ്പം നിനക്ക്? വാട്ട് ഇസ് റോങ്? കഴിക്കടാ കേട്ടാ കാന്താരി. കുട്ടികളെ, ഞാനങ്ങനെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ലൈക്ക്
സ്നാക്സ് ഉണ്ട്. ഇവിടെ സ്നാക്സിൻ്റെ ഞാൻ എപ്പോഴും മറന്നു. സ്നാക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു, പാല് വാങ്ങിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ആക്ച്വലി അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് 3 കവറുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇങ്ങനെ എൻ്റെ ജിം ബാഗിൻ്റെ അകത്ത് ഞാൻ എൻ്റെ റീൽസ് കാണിച്ചത് ഫുള്ള് ജിം ബാഗിൻ്റെ അകത്തും പച്ചക്കറികളൊക്കെ അല്ലാണ്ട് കവറിലുമായിട്ട് ഭയങ്കര സ്ട്രഗിളിലാണ് ഞാൻ അവിടെ വന്ന് കയറിയത്. വന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയാവാറായി. ഇനി നമുക്ക് വേഗം തന്നെ കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കുളിക്കണം. എന്നിട്ട് നമുക്ക് ഡിക്കാത്തലൺ ഡേറ്റ് ഉണ്ട്. ഐ എം ഗോയിങ് ഫോർ ഡിക്കാത്തലൺ ഡേറ്റ്. ഓക്കെ, ഞാനും എൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സും കൂടി ഇന്ന് നമ്മുടെ ഡിക്കാത്തലണിൽ കുറച്ച് ആക്റ്റീവ് ഡ്രസ്സസ്, ആക്റ്റീവ് വെയർസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ച് ദിവസമായി ആക്ച്വലി ഡിക്കാത്തലണിൽ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഡിഫറെൻറ്റ് സാധനങ്ങൾ വേണം. ഞാൻ മിന്ത്രയിലും ആമസോണിലും ഒക്കെ തപ്പുമ്പോൾ എൻ്റെ ഉള്ള പോലത്തെ തന്നെ സിമിലർ സാധനങ്ങളാണത്. പക്ഷെ ഐ ജസ്റ്റ് വോണ്ട് ടു എക്സ്പ്ലോർ. എനിക്ക് ഇന്ന് എന്തെങ്കിലും വർക്കൗട്ട് PT എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാലഞ്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ ഡ്രസ്സ് വേണം. അപ്പോഴാണ് എനിക്കതാണ് മോട്ടിവേഷൻ ഒന്നും കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് കുറേ, ഇപ്പോൾ 1 വർഷത്തോളം ആവാറായി. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷമാവും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ അതിൻ്റെ ഇഞ്ചപ്പരിപ്പൊക്കെ വന്ന്, അപ്പോൾ എനിക്കൊന്ന് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എൻ്റെ ഡ്രസ്സസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവാം. അപ്പോൾ വാവിനെ കൊണ്ടുപോട്ടെ അമ്മ, ടാറ്റ കൊണ്ടുപോട്ടെ. അപ്പൊ വാവേനെ കൊണ്ടുപോകണം ഡിക്കാത്തലൺ ഡേറ്റിന്. അപ്പൊ മീൻ വൈൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേ കാണിക്കാം. ഇന്നലെ നമുക്ക് രാത്രി ആലു പൊറാട്ട ആയിരുന്നു. അപ്പൊ 2 അതിന്റെ ബാലൻസ് ഉണ്ട്. സാധാരണ ചപ്പാത്തി ഉണ്ട്. ആൻഡ് ഓൾസോ വരുന്നടാ മുട്ടക്കറി. അപ്പൊ നമുക്ക് ഇത് അകത്താക്കാം. ഹലോ, ഞങ്ങള് അങ്ങനെ റെഡി ആയിട്ടോ. 11 മണിക്ക് റെഡി ആവാണ്ടിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കുറച്ച് ലേറ്റ് ആയിപ്പോയി. വാവ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ കൊടുത്തിട്ട് കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് പിന്നെ വേറെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നായിരുന്നു. അതിന് ശേഷം പിന്നെ ലിഫ്റ്റ് നോക്കി കുറേ നേരം നിന്നാൽ അപ്പോൾ ഈ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേസ്റ്റ് കൊണ്ടുപോലും ഇറക്കലും കയറ്റലും അങ്ങനത്തെ ടൈമായിരിക്കും. അതുകൊണ്ട് ലിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് പോവുകയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ദീപ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദീപയ്ക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ദീപ ഇപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വരും. അപ്പോൾ നമ്മൾക്ക് ഡിക്കാത്തലൺ ഡേറ്റിന് പോവാം. സുന്ദരിക്കഥ നിങ്ങളുടെ വെയിലിൽ നിന്ന് മാറി നടക്ക. ബാ. ഇരുണ്ടിരിക്കുന്നു. ഹലോ ഹലോ, ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചതാണ്. എന്തൊരിന്നറിയോ, എൻ്റെ ഫോൺ സീറ്റിൻ്റെ അടി പോയി. അങ്ങനെ സീറ്റിൻ്റെ അടി പോയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഡിക്കാത്തലൺ എത്തിയതിന് ശേഷമാണ് വണ്ടീൻ്റെ അടിയിൽ നിന്ന് എടുത്തത്. അവരവിടെ ഭയങ്കര കോൺവെർസേഷൻ, കമ്പനിയായി, ഭയങ്കര കമ്പനിയായി. അപ്പൊ നമ്മളിവിടെ ഡിക്കാത്തലണിലെത്തി. ഇനി നമ്മള് അപ്പൊ ഇനി നമ്മള് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മളുടെ അങ്ങറ്റതാ, അപ്പുറത്തോട്ടാ. ആന്റിക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. ചിരിച്ചോ നമ്മളിവിടെ ലേഡീസ് സെക്ഷനിൽ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാവയുമുണ്ട്, കുറച്ച് ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്, കുറേ ലെഗിങ്സ്, നല്ല രസമുള്ള ലെഗിങ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ലെഗിങ്സ് വേണ്ട. ഐ വോണ്ട് ഷോർട്ട്സ്. ഐ കെയിം ജസ്റ്റ് ഫോർ ഷോർട്ട്സ് ആക്ച്വലി. സോ നോക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് ആ ഒരു പിസ്താ ഗ്രീൻ എടുത്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. അത് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാം. നൈസ് അല്ലേ, കൊള്ളാം. കണ്ട, ഇതിൻ്റെ അകത്ത് എനിക്കൊരു ഷോർട്ട്സ് എടുക്കണം. ഷോർട്ട്സാണ് സുഖം വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് സത്യം. അവിടെ ദീപയ്ക്ക് വേണ്ടാത്തതും വേണ്ടതുള്ള എല്ലാം അവിടെ എടുക്കുന്നുണ്ട് അല്ലേ. ദീപനെ കൊണ്ട് ഡിപ്പിക്കുകയാണ് ഇവിടെ. കിട്ടിയോ? എല്ലാ കൈയും കിട്ടിയോ? ഒരു 2 പ്രാവശ്യം ഇട്ട് നോക്കിട്ട് രണ്ടുപേരും കാണാനില്ലായിരുന്നു. അല്ല ദീപ, നമ്മൾ തന്നെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയതാന്ന് നാളെ മുതൽ ജിമ്മിലെ ആൾക്കാർക്ക് മനസ്സിലാവും. അതെ, എല്ലാവരും പറയണം. ഞങ്ങള് ഈ സെയിം ടീഷർട്സ് തന്നെ ഞാനും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രാവിലെ ഒന്ന് ഇറങ്ങണേ മുന്നേ ഒന്ന് ഔട്ട്ഫിറ്റിന്റെ മെസ്സേജ് ഒന്ന് അയച്ചിക്കണം, എന്തിടുന്നത് മാറ്റിയിടാൻ വേണ്ടിയിട്ട്. സാധനം ഉണ്ടല്ലോ തലയിൽ കിട്ടണത്, അതെന്തെങ്കിലും ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മളത് റീപർച്ചേസ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അല്ല ദീപ, ഇതിനെ കാണാൻ നല്ല സെസ്കി ആയിട്ടുണ്ടല്ലേ. സെസ്കി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടവല് കേട്ടോ, ഇതാണ് എൻ്റെ ടവല്. യെസ്, അങ്ങനെ ഞങ്ങളുടെ ഡിക്കാത്തലൺ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോടാ.
എങ്ങനെയുണ്ടായിരുന്നു ഡേറ്റ്? നല്ല ഡേറ്റ് ആയിരുന്നു അല്ലേ? അതാണ് ദീപയ്ക്ക് ഭയങ്കര നല്ല കമ്പനി ആയിരുന്നു അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഡിക്കാത്തലോൺ ലവ്ലി ഡേറ്റ്സ് കഴിഞ്ഞു. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ വണ്ടിയിലേക്ക് ഞങ്ങളുടെ വല്ല പ്ലാൻ ഉണ്ടാവും. അതെ, ഇനി ഞങ്ങൾ ബട്ട ഷോ ആയിരിക്കും. നാളെ മുതൽ തുടങ്ങുകയായി അല്ലേ? അപ്പൊ നമുക്ക് ഇനി നമ്മളുടെ ചാലഞ്ച് നമുക്ക് വളരെ എക്സൈറ്റിംഗ് രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ ദീപ? അമ്മ ആണ് അമ്മ ഒന്നിന് പറ്റും. ബേബിക്ക് ബോള് കിട്ടിയോടാ? ആര് വാങ്ങി തന്നു? അമ്മൂമ്മയോ? ഏത് അമ്മൂമ്മ? ദീപയുടെ വക ഗിഫ്റ്റ് ആണ് ബോൾ അല്ലേ? ദീപ ആന്റി വാങ്ങിച്ചതല്ലേ നിനക്ക്? എന്നിട്ട് താങ്ക് യു പറഞ്ഞോ? നമ്മള് ജസ്റ്റ് ഒന്ന് റിഫ്രഷ്മെന്റിന് വേണ്ടിട്ട് ഇവിടെ ചോക്ലേറ്റ് റൂമിലേക്ക് കണ്ടാ വന്നേക്കുന്നത്. നമ്മളുടെ അല്ല ദീപ 100 days ചാലഞ്ച് ഒക്കെയാണ്. ചാലഞ്ച് വർക്കൗട്ട് മാത്രമല്ല, ഭക്ഷണത്തിലൊന്നും ഇല്ലത്. അത് മാത്രമേ നമ്മൾ ട്രെയിനർ കണ്ടോ. നമുക്ക് ഫുഡിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മൾ നന്നായാൽ നമുക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ഇവരുടെ ഇന്റീരിയർ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമില്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വീടിന്റെ അടുത്താ, നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തില്. വെരി പച്ചപ്പൻ ഹരിതപ്പം. പിന്നെ ഇതിങ്ങനെ നമ്മളുടെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എടാ അപ്സ്റ്റേഴ്സ് ഉണ്ടോ? പോണോ? പോവാന്നല്ലേ? അപ്സ്റ്റേഴ്സിന് അതല്ലേ പോവാം. നമുക്ക് അപ്സ്റ്റേഴ്സ് പോകാൻ ഒരു കൊതി. നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ. അയ്യോ എനിക്കാണെങ്കിൽ ഈ ചെടീൻ്റെ എന്ത് ഇഷ്ടമെന്നറിയോ ഈ ഡിസൈൻ. ഓ എനിക്ക് ഭയങ്കര ഭ്രാന്താ. ദിസ് ഇസ് സോ ഗുഡ് ആക്ച്വലി. എന്തുവാ കഴിക്കുന്നേ? ഡോണറ്റ് കഴിക്കാനോടെ എന്താന്ന് നോക്കി ഇവിടെ. ദീപയ്ക്ക് നല്ല കമ്പനി അല്ലേ ദീപ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ എന്തായിരുന്നത്? ആമണ്ട് ഫ്രാപ്പ അല്ലേ? ആമണ്ട് ഫ്രാപ്പ അല്ലേ? ആയിരിക്കും. ആയിരിക്കും, മിക്കവാറും അതാവാനാണ് ചാൻസ്. ആമണ്ടിന്റെ എന്തുവാ? അത് ഉറപ്പാ. അതാണ് ആ മേളിൽ കിടക്കുന്നത്. അപ്പൊ അത് ഉറപ്പല്ലെങ്കിൽ കൂടി അത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഓക്കെ, ലെറ്റ്സ് ട്രൈ. പിന്നെ കോൾഡ് കോഫി കഴിച്ചതിന് കുറ്റബോധം മാറാൻ വേണ്ടി ഞങ്ങളൊരു സാലഡും കൂടി ഓർഡർ ചെയ്തിട്ടോ. ഗ്രിൽഡ് ചിക്കൻ സാലഡ്. സംഭവം കുഴപ്പമില്ലായിരുന്നു, അത് നല്ലായിരുന്നു. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു അല്ലേ? നല്ല ടൈമായിരുന്നു. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിനേക്കാളും നമ്മള് പിന്നെ ഇതിന് സംസാരിച്ചൊക്കെ നല്ലായിരുന്നു അല്ലേ? ഫുഡ് അത്ര ആംബിയൻസ് മാത്രമുള്ളൊരു കഥയാണ്. ആക്ച്വലി വി എക്സ്പെക്ടഡ്. Expectation was like hell അല്ലേ? സാലഡ് വാസ് ഓക്കെ. പക്ഷെ അവിടുത്തെ നമ്മളുടെ കോൾഡ് കോഫീസ് ഒന്നും അത്രയ്ക്ക് പോരായിരുന്നു അല്ലേ? ആംബിയൻസ് ഉള്ളായിരുന്നു. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകും. നമുക്ക് വേറെ അപ്പൊ പോട്ടെ. അപ്പൊ നമുക്ക് നാളെ ജിമ്മിൽ കാണാം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നേ. ബൈ 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 പറയൂ ആന്റി. ഇന്ന് വാങ്ങിച്ച ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. സോറി, I'm a messy person. Yeah. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇത് വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോർട്സ് ആണ് കേട്ടോ. സോ ഡാം കംഫർട്ടബിൾ. ആൻഡ് ഷോർട്സ് ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യണത് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ഫീൽ. ഭയങ്കര സുഖമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഐ എം വെരി കംഫർട്ടബിൾ വെയറിങ് ഷോർട്സ്. ഇന്നതാണ് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പോയത്. അപ്പോൾ എനിക്ക് അത് ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്തപ്പോഴത്തേക്കും ഐ ഫെൽ സോ ഗുഡ്. നമ്മൾ ലെഗിങ്സ് ഇടുന്നേക്കാളും സോ മോർ ഷോർട്സ് ഓൺ ദ വേ ആയിരിക്കും. അപ്പൊ ഇത് വരണം കേട്ടോ, ഇത് വരണം. ആൻഡ് അതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്. ഇതിന് ആക്ച്വലി കുറച്ച് പ്രൈസ് ഉണ്ട്. 699 ആണ് ഈ ഒരു ഷോർട്സ്. ആൻഡ് ദിസ് വൺ ഇസ് 299 ഓൺലി. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടുഗദർ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. നെക്സ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പ് ഇസ് ഫോർ ജസ്റ്റ് 199. ഇതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. അതായത് പിങ്ക് ഉണ്ടായിരുന്നു, അല്ല ലാവൻഡർ ആണോ? പിങ്ക് ആണ്. ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കൈൻഡ് ഓഫ് ഒരു കളർ ഉണ്ട്. ഞാൻ ഈ ഒരു കളറും ആൻഡ് ഓൾസോ ബ്ലാക്കും ആണ് എടുത്തത് കേട്ടോ. പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഇത് 199 ഉള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് ഞാൻ XL ആണ് എടുത്തേക്കുന്നത്. എനിക്ക് മീഡിയം അല്ലെങ്കിൽ ലാർജ് മതി. പക്ഷെ നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ടുവന്നത് സ്കിൻ ഫിറ്റ് കൈൻഡ് ഓഫ് ഒരു ബോഡി ഫിറ്റ് കൈൻഡ് ഉള്ള ടോപ്സ് ആണ് വാങ്ങിച്ചുകൊണ്ടുവന്നത്. പക്ഷെ ഭയങ്കര XL അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് ടീഷർട്സ് ഇടുമ്പോൾ ഭയങ്കര സുഖമാണ്.
നമ്മൾ അതും കൂടി കംഫർട്ടബിൾ ആണ്. ബിക്കോസ് നമ്മൾ കുനിയുമ്പോഴും വരുമ്പോഴൊക്കെ ഒന്നും ഇതങ്ങനെ പൊങ്ങി പോകുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ തന്നെ ഇത് 199 ആണ്. സെയിം തന്നെ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇസ് ഓൾസോ ഫോർ 199. അപ്പൊ ഇത് രണ്ടും വാങ്ങി. പിന്നെ ഉള്ളത് ഇതുപോലെ തന്നെ ഈ ഒരു എക്സൽ പിങ്ക് ഹോട്ട് പിങ്ക് കൈൻഡ് ഓഫ് ഒരു ടീഷർട്ട് ആണ് കേട്ടോ. ഇതും നല്ല സുഖമാണ്. ഇത് ആക്ച്വലി മറ്റേ ജേഴ്സി മെറ്റീരിയൽ ഇല്ലേ, ആ മെറ്റീരിയലാണ്. ഇത് 299 ആണ്. അത് ബനിയൻ സ്ട്രെച്ചി മെറ്റീരിയൽ ആണ്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് 299, അത് 199. ഈവൻ ദോ ലൈക്ക് കളർ ഐ ഓൾവേസ് ലവ്, ഭയങ്കര കളർഫുൾ. അതിൻ്റെ ഇടയിൽ കൂടി നല്ല ഈസി ബ്രീസി ആണ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിച്ചതാണ് സ്പോർട്സ് ബ്രാ. ഞാൻ എൻ്റെ ജിം എസെൻഷ്യൽസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിക്കാത്തലന്റെ സ്പോർട്സ് ബ്രാസ് ആർ സോ ഗുഡ്, ഭയങ്കര അടിപൊളിയാണ്. ഇത് ഒരു സ്പോർട്സ് ബ്രാന് തന്നെ 1200 rupees ഉണ്ട്. ബട്ട് ഇറ്റ്സ് വർത്ത് എവറി പെനി. അത്രയ്ക്കും നല്ല കംഫർട്ടാണ്, ഡ്യൂറബിൾ ആണ്, സപ്പോർട്ട് ആണ്. അപ്പൊ ഇത് നല്ല ഹൈ ഇന്റൻസ് സപ്പോർട്ടുള്ള സാധനമാണ് എടുത്തേക്കുന്നത് വിത്ത് ഫ്രണ്ട് സിപ്പർ. അത് വരണം. പിന്നെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാല് ഇത് നമ്മുടെ ഹെയർ മുടി കണക്കണ ആ മൈക്രോ ഫൈബറിന്റെ സാധനമില്ലേ ചുറ്റി വെക്കണത്, അതിട്ടോ. അത് എന്റെ എവിടെ നഷ്ടമായിപ്പോയി. അപ്പൊ ഞാൻ ഈ പിസ്ത ഗ്രീൻ ഷെയ്ഡ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആക്ച്വലി കവിത ഇന്ന് വരേണ്ടത്, കവിതയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ കവിതയ്ക്ക് ഒരു സ്കിപ്പിംഗ് റോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അതും വാങ്ങി. അപ്പൊ ഇത്രയും സാധനമാണ്. ഇതാണ് എന്റെ ഡിക്കാത്തലോൺ ഹോൾ. ഓക്കെ, ഇത്രയും സാധനം ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ വന്നു കയറിയിട്ട് അമ്മ ഭാവിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വിഷമമുള്ള ബിക്കോസ് നമ്മൾ കോഫി ഇച്ചിരി സാലഡൊക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ യെസ്, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഡിക്കാത്തലോൺ വാങ്ങിയ സാധനങ്ങൾ. കൊള്ളാമോ? അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ്, പിന്നെ വാഴപ്പിണ്ടി തോരൻ, പിന്നെ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, എനിക്ക് അധികം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ കുറച്ച് സാലഡും പിന്നെ ഡ്രിങ്കും കോഫിയൊക്കെ കഴിച്ചിട്ട് വന്നതല്ലേ. അപ്പോൾ അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കഴിച്ചതാണ്. ചോറ് ഞാൻ ക്വാണ്ടിറ്റി കുറവാണ് കഴിക്കുന്നത് കേട്ടോ. യൂഷ്വലി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വർക്കൗട്ട് തുടങ്ങിയതിൻ്റെ അല്ല, അല്ലെങ്കിലേ കുറവാണേ. ഹലോ എവരിബഡി, ഒരു 5 മണിയായിട്ടോ. ആ ഈശാൻ വരും ഇപ്പോൾ. ഈശാൻ എന്നാണ് വിളിക്കണം. അപ്പോൾ ഒരു 5 o'clock ആയി. വാവനെ ഉറക്കുമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 ഹാഫ് ആൻ അവർ ഉറങ്ങി. ഒരു അത് കഴിയുമ്പോൾ എണീറ്റു. വരട്ടെ അവൻ. ഞാനൊരു ഹാഫ് ആൻ അവർ കിടന്നുറങ്ങി. അതിനുശേഷം ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു എക്സ്ചേഞ്ച് കൊറിയർ വരാനുണ്ടെന്ന്. അപ്പോൾ അത് അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ അവിടെ തന്നെ വെറുതെ കിടക്കുമായിരുന്നു. ഇതിപ്പോൾ 5 മണിയായപ്പോഴത്തേക്കും പൊടിച്ചു എണീറ്റു. ഹായ് പൊടിച്ചേ, ഹായ്. ഒങ്ങി എണീറ്റാ നീ? സുഖമുണ്ടോ? ഇല്ലേ, സുഖമില്ലേ? ബേബി ഒന്ന് കാണിച്ചു കൊടുക്കും അതിലെങ്ങനെ ഓടിക്കണേ സ്കൂട്ടറിൽ. ഓക്കെ, കാണിച്ചു തരും. ഇത് ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ ഈ സ്കൂട്ടർ. സോ ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്കെന്താ പറയില്ല, കഴുത്തൊക്കെ ചോറിക്കുന്നു. അപ്പൊ അങ്ങനെ അവന്മാര് ഉണ്ണിക്കുട്ടിയും അവന്റെ ഫ്രണ്ടും കൂടെ കളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ അവന്മാര് പുറത്തേക്ക് പോയി വരും. ലൈക്ക് വേറെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ അപ്പൊ അവന്മാര് വരും. അപ്പൊ എനിക്ക് ആണെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമ്മുടെ ഗ്രൈൻഡർ കേടായിട്ട് അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തില്ല. അത് പോയി വാങ്ങണം. പിന്നെ ഇന്ന് ഞങ്ങൾ ദീപനായിട്ട് പുറത്തു പോയില്ലേ. അപ്പൊ എന്തുപറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയുടെ ബോട്ടിൽ ദീപന്റെ ബാഗിലായി പോയി. അപ്പൊ അത് പോയിട്ട് വാങ്ങണം. പിന്നെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങണം. പിന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ ബോട്ടിൽ അവിടെ എടുക്കാൻ പറഞ്ഞത് തിരിച്ച് ഇന്നലെ പോയപ്പോഴത്തേക്കും അതെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പയ്യെ പോവാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ. യെസ് കുഞ്ഞുങ്ങളെ, ഞാൻ ഇറങ്ങി. ഒന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം പോലെ ഞാൻ കാണുന്നു. മഴ പെയ്യുമോ എന്നൊരു സംശയമില്ലാണ്ടില്ല. എനിക്ക് ആക്ച്വലി മടിയായിട്ട് വയ്യായിരുന്നു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ചില ദിവസം എനിക്കിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഭയങ്കര മൂടായിരിക്കും. ചില ദിവസം എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. അപ്പൊ എനിക്കിത് ആക്ച്വലി ഇറങ്ങണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഗ്രൈൻഡർ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ട് 3-4 ദിവസമായി. ഇവിടെ നമുക്ക് അതുകൊണ്ട് ദോശമാവ് അരയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണം. അപ്പൊ അതെന്തായാലും നമുക്ക് സെറ്റാക്കിയേ പറ്റുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ വാവയുടെ ബോട്ടിൽ കളക്ട് ചെയ്യണം. പിന്നെ സ്റ്റുഡിയോ പോയിട്ട് ബോട്ടിൽ എടുക്കണം. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങാണ്ട് ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥയെന്ന് പറയില്ലേ, അതാണ് സിറ്റുവേഷൻ. പിന്നെ ഞാൻ അവിടെ തന്നെ ശരി പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഓരോരോ പണികളായിട്ട് തീർക്കാം. ഗ്രൈൻഡർ ശരിയാക്കിയാൽ മതിയായിരുന്നു. ആദ്യം ഒരു കടയിൽ കൊടുത്തതാണ്, അവർ ശരിയാക്കിയിട്ട് ശരിയായില്ല. ലെറ്റ്സ് ഹോപ്പ് ഇപ്രാവശ്യത്തെ ശരിയാക്കലോടെ ശരിയായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ എനിക്ക് ഈ വക പണികളൊക്കെ ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. അതായത് റാദർ ദാൻ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലത്തെ പണിയൊക്കെ ചെയ്യണതിനേക്കാളും, ഐ മീൻ കുക്കിങ് ഒതുക്കൽ പിടിക്കലിനേക്കാളും എനിക്കിങ്ങനെ പുറത്ത് നമ്മൾ പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ, ഗ്രോസറി ഷോപ്പിംഗ്, നന്നാക്കൽ, പിടിക്കൽ, സാധനങ്ങൾ വാങ്ങിക്കൽ, അതില്ലേ
മനസ്സിലാവുണ്ടോ? അതാണ് എനിക്കിഷ്ടം കേട്ടോ. ഈ ഉള്ളിലത്തെ പണികളിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ ഫേവറേറ്റ് കാര്യം. വർക്ക് ചെയ്യുക, എനിക്ക് ഇതിൽ കുക്കിംഗ് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി കുക്ക് ചെയ്യും കേട്ടോ. നമ്മൾ പണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, നമ്മൾ പണ്ട് എല്ലാം കുക്ക് ചെയ്യും, പക്ഷേ സർവൈവലിന് വേണ്ടി മാത്രം. അല്ലാണ്ട് ഐ ഡോണ്ട് ഹാവ് എ പാഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും റെസിപ്പി ഇടൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് അതിനൊന്നും അനുവദിക്കാത്തത്. ബിക്കോസ് എനിക്ക് അതിനോട് അങ്ങനെ ഭയങ്കര താല്പര്യമില്ല. സർവൈവലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ പണികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓക്കെ, നമുക്ക് പോവാം, അതായിരിക്കും നല്ലത്. പോയ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ വള കുറേ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ഒരു ഡാർക്ക് ബ്ലൂ കളർ വള വേണമായിരുന്നു. പക്ഷേ എൻ്റെ സൈസ് 2.8 ആയതുകൊണ്ട് എനിക്ക് ആ കളർ കിട്ടിയില്ല കേട്ടോ. ഡിസപ്പോയിൻറ്റഡ്. ഞങ്ങൾ വീണ്ടും മുട്ടിയിരിക്കുന്നു. അതെ, ബാവയുടെ ബോട്ടിൽ ദീപയുടെ ബാഗിലായിരുന്നു. അപ്പം നമ്മളത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കണ്ടോ കോട്ടെ, ഞങ്ങൾ കുറേ നേരമായിട്ട് എന്ന് വർത്താൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകാം. അതെ, എന്റെ അമ്മ ഇപ്പൊ വിളിക്കുക, എവിടെ മോനെ? എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷനാ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്തിയില്ലേ. ഇനി സ്റ്റുഡിയോയിൽ കയറണം. കോട്ടെ നാളെ കാണാട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. യെസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ബാഗിൻ്റെ അകത്തൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോന്നു. 7 മണിയായി. ഞാൻ ആക്ച്വലി എനിക്ക് ഒരു പരിപാടിയില്ല, ഞാൻ ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാ. 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ കേട്ടോ. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിയായി. യെസ്. ഡാഡി എന്തുണ്ട് വിശേഷം? എന്തെങ്കിലൊക്കെ വിശേഷം പറയേ. ഞങ്ങൾ 2 ആഴ്ച ഉണ്ടായിരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ? നന്നായിരുന്നല്ലേ? ഇഷ്ടാ, വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഡാഡ എവിടെടാ? എവിടെ? അതാണ് ഡാഡ, എന്റെ ഡാഡാ. അയ്യോ എന്റേത്. മാറ് ഗോയവേ, എന്റെ ഡാഡാ. കാന്താരി സാധനം. യെസ്. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് 7:30 എന്താ ഉണ്ണിക്കുട്ടി ഉണ്ട് ഇവിടെ, അമ്മ എല്ലാവരും ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. നല്ല ചൂട് എടുക്കുന്നുണ്ട്. ഞാൻ പുറത്തോട്ടിറങ്ങിയ സമയത്ത് ഭയങ്കര മൂടിക്കെട്ട് കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് മഴ പെയ്യുന്നു വിചാരിച്ചത്. പക്ഷെ മഴ പെയ്തില്ല, മനസ്സിലായോ? അങ്ങനെ തന്നെ അതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട് മഴ പെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ബസ്സിലൊന്നും വന്നില്ലല്ലേ? എന്നാലും എൻ്റെ ഗുളുഗുളൊക്കെ പോയി കയ്യിൻ്റെ കുറേയൊക്കെ. യെസ്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു 7:30 ആയി. ഒരു 8 o'clockനുള്ളിൽ ഡിന്നർ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു പരിപാടി, മൈ പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. വേറെ എന്താ പരിപാടി ഉള്ളത്? അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡിന്നർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ സാലഡാണ് കഴിക്കുന്നത്. സാലഡിനുള്ള സാധനങ്ങളോടെ കരിഞ്ഞ് ഇങ്ങനെ സാലഡ് പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കും. ആവശ്യമുള്ളത് നമുക്കൊന്ന് തണുപ്പ് കഴിക്കാൻ പാടില്ലല്ലോ രാത്രി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പനീറുണ്ട്. ഇതിപ്പോൾ എത്ര നാളായിട്ട് തുടങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഒരു 1.5 ആഴ്ച കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ പോയി. അപ്പോൾ അവിടെ എനിക്ക് സാലഡ് ഞാൻ കഴിച്ചില്ലായിരുന്നു. അവിടെ അതിന് വേണ്ടി പകരം ഞാൻ ഓട്സും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ആണ് രാത്രി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് നാട്ടിലുള്ള എൻ്റെ റൂട്ടീൻ കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി രാത്രിത്തെ ഫുഡ് ഇതാണ് നമ്മളിപ്പോൾ കഴിക്കണേ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ പനീറൊന്ന് സോട്ട് ചെയ്യാൻ കേട്ടോ. പനീറും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ സാലഡ് ഡ്രസ്സിങ് ഈ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇടുമ്പോഴാണ് കഴിക്കാൻ പറ്റണത്. അല്ലാണ്ട് നമുക്ക് വെറുതെ പച്ചക്കറി വെച്ചിട്ട് കഴിക്കുന്നത് കുറച്ച് പാടാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് സെറ്റായി കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ട് ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്തൊക്കെയാണ് ഇടണമെന്ന് ഞാൻ കാണിക്കാവേ. യെസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടേക്കുന്നത് സവാള ഉണ്ട്, ക്യാപ്സിക്കം, ക്യൂക്കമ്പർ, പിന്നെ കോണ്, ക്യാരറ്റ്. ഓക്കെ, പിന്നെ ലെറ്റസ് ഉണ്ട്. ലെറ്റസ് ഞാനായിട്ട് വാട്ടുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അതിൻ്റെ കൂടെ പെപ്പറും കൂടി ഇടും കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ ആക്കി വെച്ചേക്കണോണ്ട് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കഴിക്കണത് ഹെൽത്തിയും അല്ലെന്നാണ് പറയുന്നത്. ഐ മീൻ ഐസ് സാലഡ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കൂടി നമ്മൾ ഓൾറെഡി പനീർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആക്ച്വലി സാലഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് മാറാൻ വേണ്ടി വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ കഴിക്കാൻ പറ്റുമോ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഞാൻ സാലഡ് ഡ്രസ്സിംഗ് ഒന്നും ഇല്ലാണ്ടാണ് കഴിച്ചത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സാലഡ് ഡ്രസ്സിംഗ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സാലഡ് ഡ്രസ്സിംഗ് നമുക്ക് പലതും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മൾ ആ സമയത്ത് ആകുമ്പോൾ പോകാനൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇനി ഉണ്ടാക്കണ സാലഡ് ഡ്രസ്സിങ്ങും ട്രൈ ചെയ്തു. നമുക്ക് ഞാൻ ഭയങ്കര സാലഡ് ലവറാണ്.
പുറത്ത് പോകുമ്പോഴൊക്കെ സാലഡ് കഴിക്കാൻ ഇഷ്ടം. നമ്മൾ പുറത്ത് പോകുമ്പോൾ സാലഡ് അല്ല കഴിച്ചിരുന്നത്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ് കഴിക്കാൻ. ഇറ്റ്സ് വെരി യാമി. ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മറ്റേ 1000 ഐലൻഡിന്റെ സാലഡ് ഡ്രസ്സിങ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടിട്ട് ഒരു ഫ്ലേവർ, ഒരു കുട്ടി ഫ്ലേവർ കഴിക്കാൻ വേണ്ടി ഒരു സൗകര്യത്തിന് വേണ്ടി ഇതിട്ടുള്ളത്. ഇത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ. ഞാൻ സാലഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരും എൻ്റെ കൂടെ, അവർ രാത്രി ഇത് മാത്രമല്ല കഴിക്കുന്നത്, അവർ വേറെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ചെറിയ ബൗൾ കഴിക്കും. ഇതിന്റെ ബാക്കി പോർഷൻ ഞാൻ കഴിക്കും. അപ്പൊ ഉണ്ണിക്കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിച്ചില്ല. അവൻ യൂഷ്വലി അവൻ പച്ചക്കറിക്ക് ഭയങ്കര ലേസിയാണ്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയതിനു ശേഷം കൊച്ചിന്റെ വീട്ടിലോട്ട് പച്ചക്കറി പോകേണ്ടതെന്നുള്ളതാണ് സത്യം. അപ്പൊ അതെ, ഇതാണ് സംഭവം. ഇനി സെർവ് ചെയ്യട്ടെ. ഇതേ കണ്ടോ, നമ്മളുടെ സാലഡ് സൂപ്പർ റെഡി ആയിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കൊതി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള സാലഡാണ്, നല്ല ഫില്ലിംഗ് ആണ്. ഇത് കാലറീസ് എത്ര ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എല്ലാം വെജിറ്റബിൾസ് ആണ്. ഇന്നത്തെ പനീറുണ്ട് കുറച്ച്, എല്ലാം ഇങ്ങനെ കുറച്ച് വെള്ളങ്ങളൊക്കെ ഉള്ള ഫ്രൂട്ട്സ് തന്നെയാണ്, വെജിറ്റബിൾസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ അമ്മ? അമ്മയും ഫാൻ ആയില്ലേ? അമ്മയും വരുന്നു. അതന്നെ, അമ്മയ്ക്ക് ഇവിടെ ഞാൻ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അമ്മയും വാവയും കൂടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് അവിടെ. അല്ലേ? എന്താ ഞാൻ അങ്ങോട്ട് വരട്ടെ? തുണിയും തൂപ്പില്ലാത്തതേ. ആ ഇട്ടോടാ. ഇനി നമുക്ക് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കുറച്ച് ഡിന്നർ കഴിക്കാം. സോ യമ്മി. ഇത് യമ്മി ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ളതുള്ളൂ. നല്ല ഫില്ലിംഗ് ആണ്. നമുക്ക് വയറ് പോകണ്ടേ, ആബ്സ് വരണ്ടേ, അതല്ലേ നമ്മുടെ ഗോള്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ 100 days ഓഫ് ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലത്തെ വാസ് ആസ്കിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ 100 days എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മെയിൻ ആയിട്ട് ജിം കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടാണ് 100 days ചാലഞ്ചസ് തുടങ്ങിയത്. ബിക്കോസ് വെക്കേഷന് എനിക്കൊരു ആഴ്ചയിൽ മേ ബി ഒരു 3 to 4 days മാക്സിമം പോകാൻ പറ്റുള്ളായിരുന്നു. 3 days ആണ് ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഞാൻ പോയിട്ടുള്ളത്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആവണം, കുറച്ച് എൻ്റെ ഫിസിക് ഒന്നും കൂടി സെറ്റ് ആക്കണം. എനിക്ക് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് ഈവൻ വർക്കൗട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എത്ര കിലോ കുറഞ്ഞിട്ട് ഉണ്ട് എന്ന്. അപ്പൊ എനിക്ക് കിലോ കുറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് എന്റെ വൺ ഓഫ് ദി പ്ലാൻസ് ആണ്. ആക്ച്വലി ഞാൻ ടോൺഡ് ആവാണ് ചെയ്തത്. എന്റെ ബോഡി ഡ്രസ്സൊക്കെ എനിക്ക് കുറച്ച് ലൂസാണ്, ഒബ്വിയസ്ലി ജീൻസ് ഒക്കെ ലൂസാണ്. പക്ഷെ എനിക്ക് ഒട്ടും വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ഐ എം 68 and 69 ബിറ്റ്വീൻ ആണ്. പിന്നെ അതെനിക്ക് അങ്ങനെ ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നും അല്ല കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്ത് 62 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബോൺ വെയിറ്റ് ഉണ്ട്, എനിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു 5'6". അപ്പൊ ഹൈറ്റും ഉണ്ട്, എനിക്ക് ബോൺ വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് 67, 69 വരെ എത്തണമെന്നും എനിക്ക് ഭയങ്കര സംഭവമല്ല. എന്നാലും എനിക്കൊരു 65, 64 അതിലേക്ക് എത്തണം. അല്ലാണ്ട് എനിക്ക് അതിന് ഭയങ്കര വെയിറ്റ് ലോസ് എനിക്ക് വേണ്ട. 60 അതിലും ഞാൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വലിഞ്ഞു പോകും എൻ്റെ ഫേസൊക്കെ. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട്. ഞാൻ ടോൺഡാണ് അയക്കണത് ബോഡി നന്നായിട്ട്. അപ്പൊ അപ്പോഴും എനിക്ക് വയറുണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറി പറഞ്ഞ ശേഷം എനിക്ക് വയറ് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് സൂംബയാണ് കേട്ടോ. അപ്പൊ ഞാൻ സൂംബയ്ക്കും പോകും. ആഴ്ച പക്ഷെ ഒരു ദിവസം നമുക്ക് സൂംബ പോകാൻ പറ്റുള്ളൂ. സൂംബ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മെന്റലി ഐ എം സോ ഹാപ്പി വൈൽ ഡൂയിങ് സൂംബ. ഓൾസോ അടിവയറൊക്കെ സെറ്റ് ആയത് സൂംബ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് സൂംബ നമ്മൾ വീക്കിലി ഒരു ദിവസം പോകും. അതിന്റെ കൂടെ എല്ലാ ദിവസവും നമ്മൾ പോർഷൻ കൺട്രോൾ ഉണ്ട്. യൂഷ്വലി കഴിക്കുന്ന അത്ര ചോറ് നമ്മൾ കഴിക്കില്ല. പിന്നെ ഒബ്വിയസ്ലി സാലഡ്, പിന്നെ ലെസ് ജങ്ക്സ്. നമ്മൾ അറ്റ്ലീസ്റ്റ് വീക്കിൽ ഒരു ദിവസം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും. അപ്പൊ അതിന് എനിക്ക് അങ്ങനെ അധികം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ പുറത്ത് പോകണത് തന്നെ ഫുഡ് കഴിക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നും നമുക്കിവിടെ വേറെ കലാപരിപാടികളൊന്നുമില്ല. അപ്പൊ ആഴ്ചയിലുള്ള ഒരു ദിവസത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ദിവസം മാക്സിമം ഹെൽത്തി ഫുഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പുറത്ത് പോയതുകൊണ്ട് എന്നിട്ട് നമ്മൾ സാലഡാണ് കഴിച്ചത് കേട്ടോ. പിന്നെ കോഫിക്കകത്തൊന്നും അധികം പഞ്ചസാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഭയങ്കര സ്ട്രിക്ട്ലി അഡറിങ് ടു ദ എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല, അതിനേക്കാളും കൂടുതലും എന്താ പറയാ നമ്മൾ അങ്ങനെ എനിക്ക് ആവണമെന്ന് വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മളെല്ലാം ധരിച്ച് അങ്ങനെയല്ല. പക്ഷെ അതിന്റെയൊക്കെ കൂടെ മാക്സിമം നമ്മൾ നോക്കും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ നമ്മൾ ഹെൽത്തി ഓപ്ഷൻസ് സാലഡ് കഴിക്കും അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ലെറ്റ്സ് സീ 100 daysനുള്ളിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസം വരുന്നു പറയാം. എന്റെ ബോഡി അല്ലെങ്കിൽ കുറച്ചിപ്പോ ടോണ്ടാണ്. പണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഗുളുഗുളുന്ന് തന്നെ ആടുമായിരുന്നു. പക്ഷെ അതൊക്കെ കുറഞ്ഞു. എന്റെ ഇവിടത്തെ വണ്ണമൊക്കെ കുറഞ്ഞു. എന്റെ ഇവിടെയൊക്കെ നല്ല ഒതുങ്ങി, വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ 100 days കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ വ്യത്യാസം വരും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ സാലഡ് കഴിക്കട്ടെ. യൂഷ്വലി നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൽക്കണി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബാൽക്കണി വെച്ചിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് ബാൽക്കണി വെച്ചിട്ട് ഒന്ന് എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു.
അപ്പോൾ ഇപ്പോൾ ഒരു 10:11 മണിയൊക്കെ ആവാം, 10:10:45 ആവാറായി. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അമ്മയും ഉണ്ണിക്കുട്ടിയും 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ കിടന്നായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി സന്ധ്യയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൗണ്ട് നടന്നിട്ടാണ് വന്നത്. പിന്നെ അനുവിൻ്റെ അടുത്ത് വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു കുറച്ച് നേരം. അങ്ങനെ വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി, ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ എല്ലാ ദിവസം വർക്കൗട്ടൊക്കെ ചെയ്യണോണ്ട് നമുക്ക് നേരത്തെ ഉറക്കം വരും. നമ്മൾ ഡോസ് ഓഫായി പോകുന്നതാണ് സത്യം. അപ്പോൾ ഇറ്റ് ഈസ് ഫീലിംഗ് സോ ഗുഡ് ആക്ച്വലി. നല്ല രസമാണ്. എന്തൊക്കെയാണ് ഈ ഒരു അവസ്ഥ, ബാക്ക് ടു റുട്ടീനായി, അതും വേറെ സംഭവം. അപ്പോൾ ഞാൻ എന്തെങ്കിലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അവിടെ ഡാഡയും മോളും കൂടി ഉടുപ്പ് മാറ്റലും അങ്ങനത്തെ പരിപാടിയൊക്കെ, അവൾ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ വിട്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ കെയർ ഒക്കെ ചെയ്തു. ഇനി എനിക്ക് സ്കിൻ കെയറും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും. അപ്പം നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടാ. ബൈ.